വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായം 24-ാം വാക്യം. അപ്പൊല്ലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. ഈജിപ്തിലെ പ്രസിദ്ധ പട്ടണമായ അലക്സാണ്ട്രിയ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുടെ ഒരു വലിയ കോളനിയായിരുന്നു. അവിടെ വസിച്ചിരുന്ന 10 ലക്ഷം ജനങ്ങളിൽ 4 ലക്ഷത്തോളം ജനങ്ങളും യഹൂദന്മാരായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയിലാണ് എഫെസോസിൽ എത്തിച്ചേരുന്നത്. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകണമെന്നുള്ള ക്ലൗദ്യോസ് ചക്രവർത്തിയുടെ കൽപ്പനയുടെ ഫലമായിട്ടായിരിക്കാം അലക്സാണ്ട്രിയയിൽ നിന്ന് എഫെസോസിലേക്ക് പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ അപ്പൊല്ലോസും ഉൾപ്പെട്ടിരുന്നത്. അപ്പൊല്ലോസ് ഒരു യഹൂദ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയോ മറ്റു ചുറ്റുപാടുകളെയോ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ അപ്പൊല്ലോസിൻ്റെ ചില ശ്രേഷ്ഠ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, വചനം പഠിക്കുന്നതിൽ തൽപരനായിരുന്നു അപ്പൊല്ലോസ്. യഹൂദന്മാർ തിങ്ങിപ്പാർത്തിരുന്ന ഈജിപ്തിലെ ഒരു പട്ടണമായിരുന്ന അലക്സാണ്ട്രിയയിൽ ജനിച്ചു വളർന്ന അപ്പൊല്ലോസ് ഒരു തികഞ്ഞ യഹൂദനും സ്നാപക യോഹന്നാൻ്റെ അനുയായിയും ആയിരുന്നു. അദ്ദേഹം യേശുവിനെ മനസ്സിലാക്കിയിരുന്നു എങ്കിലും യോഹന്നാൻ്റെ സ്നാപനത്തെക്കുറിച്ച് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ അപ്പൊല്ലോസ് താൻ അറിഞ്ഞ യേശുവിനെ താല്പര്യപൂർവ്വം പ്രസംഗിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരുന്ന അക്വിലാസും പ്രിസ്കില്ലയും അപ്പൊല്ലോസിന് ആവശ്യമായ കൂട്ടായ്മയും പിന്തുണയും നൽകുന്നു. പൗലോസിൽ നിന്നും ഈ ദമ്പതികൾ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ അപ്പൊല്ലോസിന് കൂടുതൽ സ്പഷ്ടമായി മനസ്സിലാക്കി കൊടുത്ത് അവനെ ഈ ശുശ്രൂഷയിൽ അധികം പ്രയോജനമുള്ളവനാക്കി തീർക്കുന്നു. അങ്ങനെ ദൈവവചനം പഠിക്കുന്നതിനും അത് പഠിപ്പിക്കുന്നതിനും അസാധാരണമായ സാമർഥ്യം കാണിച്ചിരുന്ന വ്യക്തി കൂടെയായിരുന്നു അപ്പൊല്ലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, മാതൃകാ സുവിശേഷകനായിരുന്നു അപ്പൊല്ലോസ്. കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ച അപ്പൊല്ലോസ് ആത്മാവിൽ തീക്ഷ്ണതയുള്ളവനായി മറ്റുള്ളവരോട് യേശു തന്നെ ക്രിസ്തു എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. അതിനായി താൻ പഠിച്ച ന്യായപ്രമാണങ്ങളും തിരുവെഴുത്തുകളും വിശദമായി പരിശോധിച്ച് അതിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള വസ്തുതകൾ സ്പഷ്ടമായി മനസ്സിലാക്കുന്നു. മാത്രമല്ല, യേശു തന്നെയാണ് ക്രിസ്തു എന്ന് യഹൂദന്മാരോട് വാദിക്കുകയും അവരുടെ ന്യായങ്ങളെ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി തള്ളിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഒരു മാതൃകാ സുവിശേഷകനായി തീരുന്നു. ക്രിസ്തുവിനു വേണ്ടി പല ഇടങ്ങൾ സന്ദർശിക്കുവാനും ജീവന്റെ സുവിശേഷം പങ്കുവയ്ക്കുവാനും അപ്പൊല്ലോസിന് സാധിച്ചു. പ്രിയ ദൈവജനമേ, തിരുവചന പഠിതാവ് എന്ന നിലയിലും പ്രഗത്ഭനായ പ്രസംഗകൻ എന്ന നിലയിലും സമർത്ഥനായ സുവിശേഷകൻ എന്ന നിലയിലും ശോഭിക്കുവാൻ അപ്പൊല്ലോസിന് സാധിച്ചു. എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തരാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അപ്പൊല്ലോസിനെ പോലെ വിശ്വസ്തരായിട്ട് തീരുവാൻ ദൈവം നമ്മെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ആത്മാവിൽ എരിവുള്ളവരാകുവാനും എതിർപ്പുകളുടെ മധ്യത്തിൽ സാധ്യത കണ്ടെത്തുന്നവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.